ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഹീലിംഗ് എന്ന വാക്കിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നിങ്ങൾ സ്വയം ഹീൽ ചെയ്യണം എന്നുള്ളത്. എന്താണ് ഹീലിംഗ്? എങ്ങനെയാണ് ഹീലിംഗ് ചെയ്യേണ്ടത്? എങ്ങനെ സ്വയം ഹീൽ ചെയ്യാം? എങ്ങനെയുള്ളവരാണ് ഹീൽ ചെയ്യേണ്ടത്? ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഹീലിംഗ് എന്ന് പറയുന്ന കാര്യത്തിന് ഇത്ര ഇമ്പോർട്ടൻസ്? നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ഒരു ബ്ലോക്കേജ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടോ? നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്യാറുണ്ട്. പക്ഷെ സമാധാനം നിങ്ങൾക്ക് നിലനിൽക്കുന്നില്ല. സന്തോഷമൊക്കെ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ടുള്ളൊരു കാര്യമാണ്. വളരെ ചെറിയ കാലത്തേക്ക് മാത്രമേ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കാൻ പറ്റുന്നുള്ളൂ. അതിനുശേഷം വീണ്ടും നിങ്ങൾ പഴയതിനേക്കാളും പ്രശ്നത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. നിങ്ങളുടെ ബന്ധങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ അനുഭവിക്കേണ്ടി വരികയാണ്. നിങ്ങൾക്ക് വന്നിരുന്ന അവസരങ്ങളൊക്കെ നിങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാം ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ടും നിങ്ങൾക്കൊരു ഹെവിനെസ് ആണ് ഫീൽ ചെയ്യുന്നത്. കൂടുതൽ ആളുകളും ചിന്തിക്കുന്നത് അവർ അൺലക്കിയാണ്, ഞങ്ങൾക്ക് ഭാഗ്യമില്ല എന്നൊക്കെയാണ്. പക്ഷേ കൂടുതൽ ആളുകളുടെയും പ്രശ്നം എന്ന് പറയുന്നത് പുറത്തല്ല, അകത്ത് തന്നെയാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഉണങ്ങാത്ത കുറേ മുറിവുകളാണ് നിങ്ങളെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും വിഷമകരമായ സാഹചര്യം എന്താന്ന് പറഞ്ഞാൽ, ആളുകൾ സ്വന്തം സാഹചര്യങ്ങൾ ഉപയോഗിച്ച് തന്നെ അവനവൻ്റെ സന്തോഷത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹീലിങ്ങിനെ കുറിച്ചാണ്. എന്താണ് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതുകൊണ്ടുള്ള അർത്ഥം എന്താണ്? നിങ്ങൾ ഇമോഷണലി അൺഹീൽഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള മുറിവുകളാണ് നിങ്ങളുടെ പ്രശ്നങ്ങളെങ്കിൽ, അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അതെങ്ങനെ തിരിച്ചറിയാം? എന്തുകൊണ്ടാണ് ഹീലിംഗ് എന്ന് പറയുന്നത്? ജീവിതത്തിൻ്റെ തന്നെ, നിങ്ങൾ മാനിഫെസ്റ്റേഷനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, ജീവിതത്തിൻ്റെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ഹീലിംഗ് മാറേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യങ്ങൾ, ഏറ്റവും നല്ല ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങൾ ഹീൽ ചെയ്തതിന് ശേഷമായിരിക്കും. സോ എന്താണ് ഹീലിംഗ്? ആളുകൾ ഹീലിംഗ് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഇമാജിൻ ചെയ്യുന്നത് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരാൾ. ഇതൊരു ഫേക്ക് പോസിറ്റിവിറ്റി അല്ല. ഹീലിംഗ് എന്ന് പറയുന്നത് നിങ്ങളെ ഒന്നും വേദനിപ്പിച്ചിട്ടില്ല എന്ന് അഭിനയിക്കുകയല്ല. അതിന് പകരം നിങ്ങളുടെ റിയാലിറ്റിയെ നിങ്ങൾ ഉൾക്കൊള്ളുകയാണ് ആദ്യം വേണ്ടത്. ഹീലിംഗ് ചെയ്യുന്ന സമയത്തെല്ലാം പെർഫെക്റ്റ് ആണ് എന്ന് പറഞ്ഞ് നിങ്ങൾ നിൽക്കുകയല്ല വേണ്ടത്. അതായത് നിങ്ങളുടെ ഇമോഷണൽ പെയിനുകൾ ഉണ്ടാവും. നിങ്ങളുടെ ജീവിതത്തെ അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ റിയാക്ഷൻസിലെയും നിങ്ങളുടെ എനർജിയെയും നിങ്ങളുടെ ജീവിതത്തെയും ഒക്കെ അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇമോഷണൽ പെയിൻ, വേദനകൾ, അതിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഈ ഒരു മുറിവുകൾ, നിങ്ങൾക്ക് മാനസികമായിട്ട് വേദന ഉണ്ടാക്കുന്ന മുറിവുകൾ ഇൻവിസിബിൾ ആയിരിക്കും. മറ്റാർക്കും തന്നെ ഇത് കാണാൻ സാധിക്കില്ല. നിങ്ങൾ പോലും ചില സമയത്ത് അത് തിരിച്ചറിയുന്നുണ്ടാവില്ല. പക്ഷേ അത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും അഫക്റ്റ് ചെയ്യും. എക്സാമ്പിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ വേദനിക്കപ്പെട്ട ഒരു കുട്ടിക്കാലം, അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട ചതി, റിജക്ഷൻ, മറ്റുള്ള ആളുകൾ നിങ്ങളെ ഒഴിവാക്കിയത്, നിങ്ങൾക്കുണ്ടായ വേദനകൾ, നാണക്കേടുകൾ, നിങ്ങൾ ജീവിച്ച ടോക്സിക് ആയിട്ടുള്ള സാഹചര്യങ്ങൾ, ടോക്സിക് ആയിട്ടുള്ള ആളുകളുടെ ഇടപെടലുകൾ, നിങ്ങൾക്ക് മാനസികമായിട്ട് സഹായം വേണ്ട സമയത്ത് ആളുകൾ നിങ്ങളെ ഒറ്റപ്പെടുത്തിയത്, ഇതൊക്കെ നിങ്ങളെ മാനസികമായിട്ട് ബാധിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഇമോഷണൽ വൂൺസ്, മനസ്സിനേൽപ്പിച്ച മുറിവുകൾ ആയി മാറിയിട്ടുണ്ടായിരിക്കാം. ഒരാളുടെ കാലോ കയ്യോ ഒടിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവും അയാൾക്ക് ഇഞ്ചുറി ഉണ്ട്, മുറിവുണ്ട്, അല്ലേ? പക്ഷേ ഇമോഷണൽ വൂണ്ട് എന്ന് പറയുന്നത് എപ്പോഴും സൈലൻ്റ് ആണ്. ആളുകൾ ഇമോഷണൽ വൂണ്ട് ഉള്ളപ്പോഴും മാനസികമായിട്ട് മുറിവേറ്റിരിക്കുന്ന സമയത്തും ചിരിക്കും, ജോലി ചെയ്യും, സംസാരിക്കും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ വേദനിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ ഒരു ഹീലിംഗ് നടന്നിട്ടില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇമോഷണൽ പെയിൻ, മാനസികമായിട്ടുള്ള വേദനകൾ ഒരുപാട് കാലം ഇങ്ങനെ ഹീലാവാതെ, ഉണങ്ങാതെ ഇരിക്കുന്ന സമയത്ത് ഇത് പതുക്കെ നിങ്ങളുടെ എനർജി അഫക്റ്റ് ചെയ്തു തുടങ്ങും. നിങ്ങൾ ചിന്തിക്കുന്ന രീതി അഫക്റ്റ് ചെയ്യുന്നു. നിങ്ങൾ സ്നേഹിക്കുന്ന രീതിയെ, നിങ്ങൾ വിശ്വസിക്കുന്ന രീതിയെ, നിങ്ങളിലേക്ക് അനുഗ്രഹങ്ങൾ വരുന്ന രീതിയെ, ആൻഡ് ഫൈനലി നിങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിനെ പോലും ഹീലിംഗ് എന്ന് പറയുന്ന കാര്യം അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഹീൽ ചെയ്യാതിരുന്നാൽ ഇതിലെല്ലാം തന്നെ വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു പുച്ഛം, ഒരു വെറുപ്പ്,
അങ്ങനെ നിങ്ങൾ നിങ്ങളെ തന്നെ ഒഴിവാക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഹീലിംഗ് അത്യാവശ്യമാണ്. വലിയൊരു ശതമാനം ആളുകളും വിചാരിക്കുന്നത് അവർ ഇമോഷണലി അൺഹീൽഡ് ആണെന്ന് മനസ്സിലാക്കുന്നില്ലെന്ന് പോലുമുള്ളതാണ്. അവർ വിചാരിക്കുന്നത് അത് അവരുടെ പേഴ്സണാലിറ്റിയാണ്, അവരുടെ ക്യാരക്ടർ ഇങ്ങനെയാണെന്നുള്ളതാണ്. പക്ഷേ ആക്ച്വലി അവരുടെ ഉള്ളിൽ തന്നെയുള്ള വേദനകളാണ് അവരെ കൊണ്ട് പലതും സംസാരിപ്പിക്കുന്നത്, പ്രവർത്തിപ്പിക്കുന്നത്. അതവരുടെ സ്വഭാവമല്ല. നിങ്ങൾ അൺഹീൽഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ, അതായത് നിങ്ങൾ മുറിവുകൾ ഉള്ളിൽ വച്ച് ജീവിച്ച് ആ മുറിവുകളിൽ നിന്നും നിങ്ങളുടെ എനർജിയെ, നിങ്ങളുടെ തീരുമാനങ്ങളെ, നിങ്ങളുടെ സംസാരത്തെ ഒക്കെ അഫക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ഇനി ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തിലുണ്ടാവും, ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ വളരെയധികം ഓവർ തിങ്കിങ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ടായിരിക്കും. ആളുകളുമായി സംസാരിക്കുന്ന കോൺവെർസേഷൻ, സംസാരിച്ച കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും വീണ്ടും മനസ്സിലിട്ട് അനലൈസ് ചെയ്യുന്നുണ്ടായിരിക്കും. സിറ്റുവേഷൻസ്, ഭാവിയിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. സംടൈംസ് ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ഇൻ്റലിജൻസ് അല്ല, നിങ്ങളുടെ മുൻകാലത്ത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കുറേ കാര്യങ്ങളുടെ റെപ്പറ്റീഷൻ ഉണ്ടാവുമോ എന്നുള്ള പേടിയാണ്. വീണ്ടും അത് തന്നെ ആവർത്തിക്കുമോ എന്നുള്ള പേടിയാണ് നിങ്ങളെ കൊണ്ട് ഓവർ തിങ്കിങ് ചെയ്യിക്കുന്നത്. സോ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ ഹീൽഡ് അല്ല, നിങ്ങൾക്ക് ഹീലിംഗ് ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് പേടി തോന്നും വല്ലാതെ. അതായത് നിങ്ങളെ ആളുകൾ ഒഴിവാക്കുമോ, ആളുകൾ നിങ്ങളെ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു പേടി എപ്പോഴും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് തോന്നാറുണ്ടോ ആളുകൾ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെയധികം വേദന തോന്നാറുണ്ടോ? അവരുടെ ബിഹേവിയർ നിങ്ങളോട് മാറുന്ന സമയത്ത് നിങ്ങൾക്ക് വേദന തോന്നാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് അവിടെയും ഒരു മുറിവ് ഉണങ്ങാനായിട്ടുണ്ട്. നിങ്ങളുടെ പാസ്റ്റിലുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ അവിടെയും പിടിച്ചു നിർത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തെ, നിങ്ങൾക്ക് ആളുകളെ വിശ്വസിക്കാൻ വളരെയധികം പ്രയാസമായിരിക്കും. കാരണം നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുമ്പോൾ വീണ്ടും ഒരു ചാൻസ് കൂടി ആളുകൾക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് പേടിയായിരിക്കും. കാരണം നിങ്ങൾ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആളുകളെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ആളുകൾക്ക് വീണ്ടും ചാൻസ് കൊടുത്ത് വീണ്ടും വേദനിക്കപ്പെടാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ല, അതുകൊണ്ടാണ്. കാരണം നിങ്ങൾ ആളുകൾ അടുത്ത് വരുമ്പോൾ നിങ്ങളൊരു ചതി പ്രതീക്ഷിക്കുന്നുണ്ട്. ഈവൻ നല്ല ആളുകളാണെങ്കിൽ പോലും നിങ്ങൾക്ക് അവരെ വിശ്വസിക്കാനായിട്ട് വളരെയധികം പ്രയാസമായിരിക്കും. നാലാമത്, നിങ്ങളോട് തന്നെ നിങ്ങൾക്കൊരു മോശം ചിന്തയുണ്ടാവും. അതായത് ഞാനൊന്നിനും കൊള്ളില്ല എന്നുള്ള ഒരു ചിന്തയിലേക്ക് നിങ്ങൾ പോയെന്ന് വരും. ഏറ്റവും വലിയൊരു സൈൻ അതാണ്. നിങ്ങളുടെ മനസ്സിൽ അൺഹീൽഡ് ആയിട്ടുള്ള ഒരുപാട് മുറിവുകളുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൈൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് തോന്നിക്കൊണ്ടിരിക്കും നിങ്ങളൊന്നിനും കൊള്ളില്ല, നിങ്ങൾ അത്ര സൗന്ദര്യമുള്ളവരല്ല, നിങ്ങൾ സക്സസ്ഫുൾ അല്ല, നിങ്ങൾ ലവബിൾ അല്ല, നിങ്ങൾ മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടാനൊന്നുമുള്ള അർഹത നിങ്ങൾക്കില്ല, ഒന്നിനും നിങ്ങൾക്ക് അർഹതയില്ല എന്നൊക്കെ നിങ്ങൾക്ക് സ്വയം ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിലുള്ള മുറിവുകളാണ് നിങ്ങളെ കൊണ്ട് ഇത് ചിന്തിപ്പിക്കുന്നത്. അഞ്ചാമത്തെ കാര്യം, നിങ്ങൾ ഒരുപാട് ബ്ലെസ്സിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അത് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ അതെങ്ങനെയെങ്കിലും നശിപ്പിച്ച് കളയും. ഒരു ജോലിക്ക് വേണ്ടി നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ആ ജോലി നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും, ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും പുറത്തു പോകണം ജോലി ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കണം, ഫാമിലിയിൽ നിന്ന് മാറി നിൽക്കണം, അല്ലെങ്കിൽ ആ ജോലിക്ക് പോയി ഹോസ്റ്റലിൽ നിൽക്കണം, ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടില്ല. അങ്ങനെ പല പല കാരണങ്ങൾ പറഞ്ഞ് അത് നിങ്ങൾ തന്നെ നിങ്ങളിൽ നിന്നും ഒഴിവാക്കും. എന്തുകൊണ്ടാണ്? കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ അവർ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ സന്തോഷം അർഹിക്കാത്തവരാണ് എന്നുള്ളത്. അതായത് നിങ്ങൾക്ക് എപ്പോഴും ഒരു പെയിൻ ഇങ്ങനെ വേണം, ഒരു ഡിസപ്പോയിൻമെൻറ്റിൽ ജീവിക്കാനായിരിക്കും നിങ്ങൾക്കിഷ്ടം. ആ ഡിസപ്പോയിൻമെൻറ്റ് നിങ്ങളുടെ കംഫർട്ട് സോൺ ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഹീലിംഗ് അത്യാവശ്യമാണ്. ഇനി ആറാമത്തെ സൈൻ എന്ന് പറയുന്നത്, നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾക്ക് എപ്പോഴും ക്ഷീണമായിരിക്കും, ടയേർഡായിരിക്കും, ഇമോഷണൽ എക്സോഷൻ എന്ന് പറയും. നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾ ഭയങ്കര ക്ഷീണമുള്ള ആൾക്കാരായിരിക്കും. അതായത് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ക്ഷീണമായിരിക്കും. കാരണം ഇമോഷണൽ പെയിൻ നിങ്ങളുടെ എനർജിയെ കംപ്ലീറ്റ് ആയിട്ട് ഡ്രെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ബ്രെയിൻ ഇപ്പോഴും ഇങ്ങനെ ആക്റ്റീവാണ്. ആ ഒരു ഇമോഷണൽ പെയിൻ ആണ് നിങ്ങളുടെ എനർജിയെ കൊണ്ടുപോകുന്നത്. ഏഴാമത്തേത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു പെയിൻഫുൾ പാറ്റേൺ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും ഒരേപോലെ. അതായത് ഒരു സെയിം പാറ്റേൺ നിങ്ങളുടെ ലൈഫിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് പെയിനുമായിട്ട് ബന്ധപ്പെട്ട്, വേദനകളുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുക, നിങ്ങൾ അൺഹീൽഡ് ആണെന്നുള്ള കാര്യം.
സെയിം ടൈപ്പ് ഓഫ് ഡിസപ്പോയിൻമെൻറ്റ് റിലേഷൻഷിപ്പുകളിലാണെങ്കിലും വീണ്ടും വീണ്ടും ഒരേ ടൈപ്പ് ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു, നിങ്ങളെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുന്നു, ലീവ് ചെയ്യുന്നു. ജോലി സാഹചര്യങ്ങളിലും അതുപോലെ തന്നെ ജോലി നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നു, കുറച്ച് നാൾ ജോലി ചെയ്യുന്നു, വീണ്ടും നിങ്ങൾക്ക് അതിൽ നിന്നൊരു ബ്രേക്ക് എടുക്കേണ്ടി വരുന്നു. ഇങ്ങനെ ഒരു റിപ്പീറ്റഡ് പാറ്റേൺ അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ആളുകൾ വീണ്ടും വീണ്ടും എൻ്റർ ചെയ്യാം. ഇതൊക്കെ ഒരു റിപ്പീറ്റേഷനാണ്. ആ ഒരു റിപ്പീറ്റേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾ തന്നെയാണ്. കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള ഹീലിംഗ് നടക്കാത്ത പ്രശ്നങ്ങളാണ് ഇതേ രീതിയിലുള്ള ആളുകളെയും സാഹചര്യങ്ങളെയും ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പാർട്ട് 2 നമുക്ക് എന്താണ് ഹീലിംഗ്, എങ്ങനെ ഹീലിംഗ് ചെയ്യണം, സ്വയം എങ്ങനെ ഹീൽ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം. കാരണം ഈ ഒരു വീഡിയോയുടെ ഒരുപാട് ലെങ്ത് കൂടിപ്പോയി. അപ്പോൾ നമുക്ക് പാർട്ട് 2 വീണ്ടും കാണാം. ബൈ.